السلام عليكم ورحمة الله. الحمد لله وصلى الله على نبينا محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين والتابعين لهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നമസ്കാരത്തിലെ ഇളവുകൾ എന്ന വിഷയമാണ് ഇന്നത്തെ ദീനീ ചർച്ചയ്ക്ക് നമ്മൾ വിഷയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളൊക്കെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുമാണ്. അതിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന ജംഉ, ഖസ്ർ തുടങ്ങിയ നിയമങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അള്ളാഹു നമ്മോട് പറഞ്ഞത് അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം എന്നാണ്. നമ്മെ പടച്ച റബ്ബുമായിട്ടുള്ള ഹൃദയബന്ധമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഖറബു മാ യകൂനുൽ അബ്ദു ഇലാ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ അവൻ്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്തവനാകുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോൾ. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച റബ്ബുമായിട്ട് ഹൃദയബന്ധം സ്ഥാപിക്കുക, നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവനോട് പറയുക, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവനിലേക്ക് കാര്യങ്ങൾ അർപ്പിക്കുക. ആ നിലക്ക് അള്ളാഹുമായുള്ള ഹൃദയബന്ധമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇന്നക ലൻ തസ്ജുദ ലില്ലാഹി സജദത്തൻ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ. നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരൊറ്റ സുജൂദും ചെയ്തിട്ടില്ല, റബ്ബ് നിൻ്റെ പദവി ഉയർത്തിയിട്ടല്ലാതെ. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു സുജൂദ് നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കൊരു പദവി ഉയരുന്നു. വഹത്ത അൻക ബിഹാ ഖത്തിയത്തൻ, അത് മുഖേന അള്ളാഹു നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു. അപ്പം അള്ളാഹുമായിട്ടുള്ള ഹൃദയബന്ധമാണ് നമസ്കാരം. നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോട് നന്ദിയുണ്ടെങ്കിൽ, അവനുമായി ബന്ധം സ്ഥാപിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സൃഷ്ടാവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുക, അവൻ്റെ മുമ്പിൽ മനസ്സും ശരീരവും കീഴ്പ്പെടുത്തുക. ആ ഇബാദത്താണ് നമസ്കാരം എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി അയച്ചപ്പോൾ, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഒരു ജനതയുടെ അടുക്കലേക്കാണ് താങ്കൾ പോകുന്നത്. ഫൽയകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ജനതയെ ഏറ്റവും ആദ്യം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതിലേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്നതിലേക്കുമാണ് ക്ഷണിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹ് പറഞ്ഞു, വഇൻ അതാഉഹും ബിദാലിക, അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹും, അവരെ അറിയിക്കുക, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഖദ് ഇഫ്തറള അലൈഹിം ഖംസ സ്വലവാത്തിൻ, 5 നേരത്തെ നമസ്കാരം നിങ്ങളിൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അവരെ അറിയിക്കുക. ഫിൽ യൗമി വല്ലൈല, രാത്രിയും പകലുമായിക്കൊണ്ട്. അപ്പോൾ ഒരു വിശ്വാസി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നമസ്കാരം, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് അത് എന്നും അവനുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നുമൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട്
ഒരു കാരണവശാലും നമസ്കാരം നഷ്ടപ്പെട്ടു പോവാതെ ആ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇളവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി അതിൽ വീഴ്ച വന്നു പോവാതെ ശ്രദ്ധിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളെ സമൂഹത്തിൽ പലരും രോഗിയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഒക്കെ വൃത്തിയില്ല, അതല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ദിവസങ്ങളിലൊക്കെ നിസ്കാരം ഒഴിവാക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലർളു കുല്ലുഹ മസ്ജിദുൻ വ തൊഹൂറുൻ, ഭൂമി മുഴുവൻ വൃത്തിയുള്ളതും വൃത്തിയാക്കാനുള്ളതുമാകുന്നു. ഫൈനമ അദറക്കത്തുഹു സ്വലാത്തു ഫൽ യുസല്ലി ഫീഹി, എവിടുന്നാണോ നിസ്കാരങ്ങൾക്ക് പിടികൂടുന്ന സമയമാകുന്ന ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു. ഒരു വയലിൽ കിളച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വിയർപ്പുണ്ടാവും, ചളി ഉണ്ടാവും, അത് രണ്ടും നജസല്ല. ഒളുവെടുക്കാനുള്ള വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കൈയടിച്ചുകൊണ്ട് മുഖവും കൈപ്പടവും തടവി തയമ്മും ചെയ്തുകൊണ്ട് അവന് നിസ്കരിക്കാം. അത് ഹോസ്പിറ്റലിലാണെങ്കിലും ഏതെങ്കിലും ഒഴിവുള്ള ഭാഗത്തു നിന്നുകൊണ്ട് അത് ചെയ്യാം. അപ്പോൾ വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പം നമ്മളെ വീട്ടിലുള്ള ആ ഒരു കൃത്യമായ നീറ്റായ ഒരു അന്തരീക്ഷം എല്ലാ സന്ദർഭത്തിലും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭൂമി മുഴുവൻ നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ എവിടെയാണ് വൃത്തിയുള്ള സ്ഥലം അവിടേക്ക് നോക്കി നിസ്കരിക്കുക. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെങ്കിൽ പുറത്തേക്ക് പോകാനും പള്ളി സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ വൃത്തിയുള്ള ഭാഗത്ത്, മാലിന്യങ്ങൾ നജസ്സില്ലാത്ത ഭാഗത്ത് നിസ്കരിക്കാം. നമുക്കറിയാലോ, കാഷ്ടവും മൂത്രം അങ്ങനത്തെ രക്തം അങ്ങനത്തെയൊക്കെയാണ് നജസ്, അതൊന്നും ഇല്ലാത്തടത്ത് നിസ്കരിക്കാമല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൈദാ അമർത്തുക്കും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅ്തും, നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും പ്രകാരം നിങ്ങളത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുത്തെ സാധ്യത എന്താണോ അത് ഉപയോഗപ്പെടുത്തുക, വയലിലാണെങ്കിൽ പാടത്തിലാണെങ്കിൽ അവിടുത്തെ സാധ്യത എന്താണോ അത് ഉപയോഗപ്പെടുത്തുക. അത് ഇപ്പോൾ രോഗിയായിട്ട് കിടക്കുകയാണെങ്കിൽ പോലും നമ്മൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, ബുദ്ധി നമുക്കുണ്ട്, ബോധം നമുക്കുണ്ട്, എങ്കിൽ നിസ്കാരം ഒഴിവാക്കാൻ അള്ളാഹു അനുവദിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗിയാണ്, നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കുക. സ്വല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക. ഫഇല്ലം തസ്തത്തി, ഇനി നിൽക്കാൻ കഴിയില്ലെങ്കിലോ ഫഖാഇദൻ, ഇരുന്ന് നിസ്കരിക്കുക. ഫഇല്ലം തസ്തത്തി, ഇനി അതിനും കഴിയില്ലെങ്കിലോ ഫഅലാ ജംബിൻ, ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട്, വലത്തോട്ട് ചരിഞ്ഞു കിടന്ന് ഖിബ്ലയിലേക്ക് മുഖാക്കിക്കൊണ്ടോ, അതല്ലെങ്കിൽ മലർന്നു കിടന്നുകൊണ്ട് കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും പറ്റില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ടോ നിസ്കരിക്കണമെന്നാണ്. അപ്പം അത്രക്ക് കൃത്യമായിട്ട് ബുദ്ധിയും ബോധവുമുണ്ട്, കൈകാലുകൾക്ക് പോലും ചലനമില്ലാത്ത അവസ്ഥയാണ്. കൈകാലുകൾക്ക് പോലും ചലനമില്ലാത്ത അവസ്ഥയാണ്, പക്ഷേ ബുദ്ധിയുണ്ട്, ബോധമുണ്ട്. ആ സമയത്ത് പോലും നിസ്കാരം ഒഴിവാക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാകുക. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അത് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാനും റസൂലുള്ളാഹി അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ ഖായിമൻ ഫഹു അഫ്ളൽ, ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായത്. വമൻ സ്വല്ലാ ഖായിദൻ, ഒരാൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമ്, അവൻ നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ പകുതി പ്രതിഫലമാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിന്ന് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അവൻ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ പകുതി പ്രതിഫലമാണ് ഇരുന്ന് നിസ്കരിക്കുന്നവന് എന്ന് പറഞ്ഞു. വമൻ സ്വല്ലാ നായിമൻ, ഒരാൾ കിടന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത് ഫലഹു നിസ്ഫു അജ്രിൽ ഖായിദ്, ഇരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ പകുതി അവൻ ഉണ്ടാവുകയുള്ളൂ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അപ്പം നമ്മൾ സാധിക്കുന്ന ആളുകൾക്കും നിൽക്കാൻ സാധിക്കുന്ന ആളുകൾക്കും സുന്നത്ത് നിസ്കാരമൊക്കെ ഇരുന്ന് നിസ്കരിക്കാം, പക്ഷേ പ്രതിഫലം പകുതി ഉണ്ടാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കില്ലെങ്കിൽ മാത്രം ഇരുന്ന് നിസ്കരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കാല് മുട്ട് മടക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത്തഹിയാത്തിലൊക്കെ മാത്രം ഇരിക്കാനുള്ള പ്രയാസം കൊണ്ട് ചില ആളുകൾ കസേരയിൽ ഇരിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അത്തഹിയാത്തിൽ പോകുമ്പോൾ മാത്രം ഒന്നുകിൽ കസേരയിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിലത്ത് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ലാതെ അത്തഹിയാത്തിൽ പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ സുജൂദ് പോകാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം കസേരയിൽ ഇരുന്ന് നിസ്കരിക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിസ്കാരത്തിന് അള്ളാഹു അനുവദിച്ച ഇളവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ഇളവുകൾ എന്ന് പറഞ്ഞാൽ ജംഅ്, ഖസ്ർ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് നമുക്കൊക്കെ അറിയാം. ജംഅ് എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരങ്ങളെ ഒരു നമസ്കാരത്തിൻ്റെ സമയത്ത് ചേർത്ത് നിസ്കരിക്കുന്നതിനാണ് ജംഅ് എന്നറിയാം. ജംഅ് എന്ന് പറഞ്ഞാൽ ചേർത്തു നമുക്കറിയാലോ, ഒരുമിച്ച് കൂട്ടി. രണ്ട് നിസ്കാരങ്ങൾ ഒരു നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നതാണ് ജംഅ് എന്നറിയാം. ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്ന ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ റക്അത്ത് ചുരുക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയാം. അപ്പോൾ ജംഅ് അൽ ജംഉ ലിൽ ഹാജത്തി വൽ ഖസ്റു ലിസ് സഫരീന, യാത്രക്കാരന് മാത്രമാണ് ചുരുക്കി നിസ്കരിക്കാൻ പറ്റുക. ജംആക്കി നിസ്കരിക്കുക, ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിൽ ജംആക്കി നിസ്കരിക്കാം, ജംആക്കി നിസ്കരിക്കുക മറ്റേ ആവശ്യക്കാരനാണ് എന്നാണ്. ഇപ്പോൾ ജംആക്കി നിസ്കരിക്കുന്നത് ജമ്മു തഖ്ദീമും ഉണ്ട്, ജമ്മു തഅഖീറും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസ്ർ നിസ്കാരത്തെ ളുഹർ നമസ്കാരത്തിൻ്റെ സമയത്തേക്ക് ചേർത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ജമ്മു തഖ്ദീം എന്നാണ് പറയാം. ഇനി ളുഹർ നിസ്കാരത്തെ അസറിലേക്കാണ് ചേർത്ത് നിസ്കരിക്കുന്നത്, അതിന് ജമ്മു തഅഖീർ എന്നാണ് പറയാം. അപ്പോൾ ജംഅ് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഈ രൂപത്തിൽ ജംആക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഹദീസിൽ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ-ളുഹ്റ വൽ അസ്റ ജമീഅൻ, റസൂലുള്ളാഹി ളുഹറും അസ്റും ഒരുമിച്ച് നിസ്കരിച്ചു. ബിൽ മദീനയിൽ ഫി ഗൈരി ഖൗഫിൻ വലാ സഫരിൻ, ഭയത്തിൻ്റെയോ ഭയമില്ലാത്തൊരു സാഹചര്യത്തിൽ, യാത്രയിലല്ലാതിരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അസ്വലാത്തു ലി വഖ്തിഹാ, നിസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജംഅ് ലിൽ ഹാജത്ത്, ആവശ്യക്കാർക്ക് ജംഅ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഏതായാലും ഒന്നിച്ച് നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് നിസ്സാരമായി കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് കനത്ത മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, വഴിയൊക്കെ ആകെ വെള്ളവും ചളിയും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താക്കാം, ളുഹർ നിസ്കാരം ളുഹർ ആദ്യം നിസ്കരിച്ചിട്ട് ഇഖാമത്ത് കൊടുത്ത് പിന്നെ അസ്റും എന്താക്കാം, ജംആക്കി നിസ്കരിക്കാം. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ നമ്മളെ വീട്ടിലൊരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു കല്യാണോ അതല്ലേ വീട്ടിൽ കൂടലോ, ആളുകളൊക്കെ സ്വീകരിക്കേണ്ടത് നമ്മളാണ്. ആ സമയത്ത് നമുക്ക് ളുഹർ നിസ്കരിക്കാൻ പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് ളുഹറിനെ അസറിലേക്ക് ജംആക്കാം. ആ ജമ്മു തഅഖീർ, ഞാൻ മഴയുള്ളപ്പോൾ ജമ്മു തഖ്ദീം, മഴയുള്ളപ്പോൾ എന്നല്ല ഏത് സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മീറ്റിംഗ് ആണ്, ഒരു 3 മണിക്കാണ് തുടങ്ങുന്നത്. അത് മഗ്‌രിബൊക്കെ ആകുമ്പോൾ എന്താ പറയുക, നീണ്ടു പോകും, അതിൻ്റെ ഇടയ്ക്ക് നിസ്കരിക്കാൻ വരാൻ പ്രയാസമാണ്. അങ്ങനത്തെ ഒരു ഘട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ആദ്യം ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് ളുഹർ 4 റക്അത്ത് നിസ്കരിക്കാം, പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് അസ്റും 4 റക്അത്ത് നിസ്കരിക്കാം. ഒഴിവാക്കാൻ പാടില്ല നിസ്കാരം. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ മഴ ഉണ്ടെങ്കിലോ പ്രയാസങ്ങളുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അപ്പോൾ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ജംആക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ യാത്രയിലാണെങ്കിൽ ജംഉം പറ്റും, അതോടൊപ്പം ഖസ്റും പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ ഖസ്റിനെ കുറിച്ച് പറയുന്നത് സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബിലു സദഖതഹു, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നൊരു ധർമ്മമാണ് ആ ഇളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് സ്വീകരിച്ചു, അള്ളാഹുവിൻ്റെ ധർമ്മം നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അവൻ യാത്രയിൽ റക്കായത്ത് ചുരുക്കിക്കൊണ്ടുകൂടി നിസ്കരിക്കുക, അത് ഖസ്ർ എന്ന് പറഞ്ഞല്ലോ. ആ ഖസ്റാക്കുക എന്നുള്ളത് അള്ളാഹ് നൽകിയൊരു ധർമ്മമാണ്, ആ സദഖ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി പറയുന്നത്. അപ്പം നമുക്ക് പിന്നെ ഈ യാത്രയുടെ ദൂരമൊന്നും ഹദീസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ 80 മൈല് എന്നൊക്കെ പറഞ്ഞ അത് ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ യാത്രയുടെ ദൂരം പറയുന്നില്ല. ഒരു യാത്ര എന്ന് പറയാവുന്നതേലും നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് നമുക്ക് എന്താക്കാം, അത് ജമ്മും ഖസ്റാക്കി നിസ്കരിക്കാം. ഇപ്പോൾ യാത്രയുടെ ദൂരം എത്ര എന്ന് പറഞ്ഞില്ല എന്നത് തന്നെ അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ എന്നല്ല 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ പോയി വരാൻ പറ്റും. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ജമ്മാക്കേണ്ട ആവശ്യമില്ല, ജമ്മാക്കേണ്ടതില്ല. എന്നാൽ ചിലപ്പോൾ 100 കിലോമീറ്റർ അല്ല, ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ എന്താക്കേണ്ടി. ഇപ്പോൾ അബുദാബിയിൽ നിന്ന് ഇവിടെ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാർ, അവരിവിടുന്ന് പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് വൈകും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്താക്കാം, മഗ്‌രിബിൻ്റെ കൂടെ ഇശ
ജമ്മാക്കാം. അവിടെ ദൂരം പ്രശ്നമില്ല. അപ്പം നമുക്കൊരു യാത്ര എന്ന് പറയാവുന്നതിൽ നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് എന്താക്കാം, ദൂരം പരിഗണിക്കേണ്ടതില്ല. ഒരു യാത്ര എന്ന് പറയാവുന്നതിൽ അള്ളാഹു നൽകിയ ഇളവാണ്. അപ്പം അവിടെയും പിന്നെന്താണ് ആദ്യം ബാങ്കും ഇക്കാമത്തും കൊടുത്ത് ലുഹർ 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്ത് അസർ 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് ഖസ്ർ. അതുപോലെ തന്നെ ഇനി അത് അസറിൻ്റെ സമയത്തേക്കാണ് ജമ്മും ഖസ്റാക്കുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ രൂപത്തിൽ ബാങ്കും ഇഖാമത്തും കൊടുത്ത് ലുഹർ തന്നെയാണ് നിസ്കരിക്കേണ്ടത്, പിന്നെയാണ് അസർ നിസ്കരിക്കേണ്ടത്. ഒരു കാരണം, ഈ ലുഹറും അസറും പകലത്തെ നിസ്കാരവും മഗ്രിബും ഇശാവും രാത്രിയിലെ നിസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പകലിലത്തെ നിസ്കാരം രാത്രിയിലേക്ക് ജമ്മാക്കാൻ പറ്റും. അസറും മഗ്രിബും തമ്മിൽ ഒരിക്കലും ജമ്മാക്കാൻ പറ്റില്ല. ലുഹറും അസറും തമ്മിലും മഗ്രിബും ഇശാവും തമ്മിലേ ജമ്മാക്കാൻ പറ്റുള്ളൂ. അത് ജമ്മു തഖ്ദീം ആണെങ്കിലും ജമ്മു തഅഖീർ ആണെങ്കിലും, മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിലും പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിലും ഒക്കെ പകലത്തെ നിസ്കാരം പകലായിക്കൊണ്ടും രാത്രിയുടെ നിസ്കാരം രാത്രി ആയിക്കൊണ്ടേ ജമ്മാക്കാൻ പറ്റുള്ളൂ. കാരണം പകലിൽ ഒരു 5 മിനിറ്റ് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാമെന്ന് നിർബന്ധമായും സമയം കണ്ടെത്തണം എന്നാണ്. രാത്രിയിൽ അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സമയം നിർബന്ധമായും കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ മഗ്രിബിന് എങ്ങോട്ടാക്കാൻ പറ്റില്ല. ഇശാവും മഗ്രിബും തമ്മിലും ലുഹറും അസറും തമ്മിലേ ജമ്മാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഗ്രിബും ഇശാവും തമ്മിൽ ജമ്മാക്കി നിസ്കരിക്കുമ്പോൾ മഗ്രിബിൻ്റെ റക്അത്ത് ചുരുക്കാൻ പാടില്ല. മഗ്രിബിൻ്റെ റക്അത്ത് 3 റക്അത്ത് തന്നെ നിസ്കരിക്കണം. എന്നാൽ ഇശാ 2 റക്അത്ത് നിസ്കരിച്ചാൽ 4 റക്അത്തുള്ള നിസ്കാരം മാത്രമാണ് 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരം 2 റക്അത്തായിരുന്നു. പിന്നീട് അത് യാത്രയിൽ 2 റക്അത്തായി സ്ഥിരപ്പെടുത്തുകയും അല്ലാത്ത സമയത്ത് യാത്രയിൽ 2 റക്അത്തായി സ്ഥിരപ്പെടുത്തുകയും അല്ലാത്ത സമയത്ത് 4 റക്അത്തായി നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോൾ ജമ്മും ഖസ്റുമായി ബന്ധപ്പെട്ട് അത്രയൊക്കെയാണ് വിശദീകരിക്കാനുള്ളത്. അപ്പോൾ യാത്രാ ദൂരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ജമ്മു തഖ്ദീം ജമ്മു തഅഖീർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള സമയത്തെ അത് ഉപയോഗപ്പെടുത്താവും. അപ്പോൾ ഇങ്ങനെ ഒരു ജംഉലിൽ ഹാജത്തി, എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴാണ് ജമ്മാക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതുകൊണ്ട് ഇനി ഏതായാലും പിന്നെ നിസ്കരിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതേസമയം ഞാൻ പറഞ്ഞു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് ഏതാണെന്ന് ചോദിക്കുക. അസ്വലാത്തുൽ വക്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ജമ്മാക്കി നിസ്കരിക്കുന്നത് നമ്മൾ അത് പരിഗണിക്കേണ്ടത്. ഖസ്റാക്കി നിസ്കരിക്കുക യാത്രയിലാണെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി, ജമ്മും ഖസ്റും തന്നെ അത് സ്വീകരിക്കുന്നത് സദഖയായിട്ട് അള്ളാഹു അനുവദിച്ചതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ആ സമയത്ത് തന്നെ നിസ്കരിക്കണമെന്ന് നമ്മൾ ആ ഒരു മഹത്വം ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടില്ല. കാരണം എന്ന് ചോദിച്ചാൽ സാധാരണ നിലക്ക് നമ്മൾ ഇപ്പോൾ ഒരു ജോലിയിൽ നമ്മളെന്തൊക്കെ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആയതാലും ഇങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ ളുഹർ അസറും ജമ്മാക്കാൻ, എന്നാൽ പിന്നെ അസറിൻ്റെ കൂടെ നിസ്കരിക്കുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരു നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതിനാണ് ഞാൻ ഈ ഹദീസ് ഓർമ്മപ്പെടുത്തിയത്. അസ്വലാത്തുലി വക്തിഹ, ആ നിസ്കാരം അതാതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ 19 ദിവസം വരെയൊക്കെ ജമ്മും ഖസ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു വിസിറ്റിങ്ങിന് പോവുകയാണ്, ഒരാഴ്ചത്തെ വിസിറ്റിങ്ങിനാണ് പോകുന്നത്, ഗൾഫ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരാഴ്ചത്തെ വിസിറ്റിങ്ങിന്. അപ്പോൾ ഇവിടെ സ്ഥിര താമസാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാഴ്ച ചിലപ്പോൾ 2 ആഴ്ച ആവാം, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നതാണ്. ആ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെ അവർക്ക് ജമ്മാക്കാം. 19 ദിവസം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമ്മു ഖസ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞ് 19 ദിവസമൊക്കെ പറ്റുള്ളൂ. നേരെ മറിച്ച് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ പ്രവാസികൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഏതാണ്ട് ഇനി അടുത്ത കൊല്ലം പോവുള്ളൂ എന്ന് നിയ്യത്തിലാണല്ലോ പോരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ താമസിക്കുക. അപ്പോൾ പ്രവാസികൾക്ക് ഒരു കൊല്ലം മുഴുവൻ അങ്ങനെ ജമ്മു ഖസ്റായിട്ട് നിസ്കരിക്കാനൊന്നും വകുപ്പില്ല. അപ്പം അത് നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ എന്താണ്, ഇനി തിരിച്ചു പോകും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്ന നിയ്യത്തിലാണല്ലോ പോരുക. നേരെ മറിച്ച് ഒരു വിസിറ്റിങ്ങിന് വരുമ്പോൾ പിന്നെ എന്താണ്, ഒരാഴ്ച അല്ലെങ്കിൽ കൂടി വന്നാൽ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകും എന്നൊരു നിയ്യത്തിലാണല്ലോ വരിക. അപ്പോൾ ആ നിലക്ക് എന്താവാം, ജമ്മും ഖസ്റായിട്ട് നിസ്കരിക്കാം ആ വിസിറ്റിങ്ങിൻ്റെ കാലാവധി കഴിയുന്നവരെ. 3 മാസം വിസിറ്റിംഗ് എന്നൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആളുകൾ 3 മാസം ഇവിടെ താമസിക്കുക എന്നുള്ള നിയ്യത്തിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് അത് പറ്റൂല എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയല്ല, പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ 3 മാസത്തെ വിസിറ്റിംഗ് എന്ന് പറഞ്ഞു വരുമ്പോൾ 3 മാസം ഇവിടെ താമസിക്കണം എന്ന നിയ്യത്തിൽ തന്നെയാണ് വരുന്നത്. അതുപോലല്ല ഞാനൊന്ന് അവിടെ പോയിട്ട് ഇന്ന് ആവശ്യം നിർവഹിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോരും എന്ന നിയ്യത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ നിയ്യത്തിൽ വരുമ്പോൾ എന്താവാം, പിന്നെ ജമ്മും ഖസ്റായിട്ട് നിസ്കരിക്കാമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രയിൽ നമ്മൾ പിന്നെ നാട്ടിൽ താമസിക്കുന്ന ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ
ഇമാമ് 4 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ ലുഹറിൻ്റെ കൂടെ, അപ്പോൾ നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്, ലുഹർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നാട്ടിലെ ലുഹറിന് ഇമാമിൻ്റെ കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ ഇമാമിൻ്റെ കൂടെ 4 റക്അത്ത് പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കണം. പിന്നെ ഇഖാമത്ത് മാത്രം കൊടുത്തിട്ട് അസ്ർ 2 റക്അത്തും കൂടി ആക്കി ജമ്മാക്കി നിസ്കരിച്ചാൽ മതി. നാട്ടിൽ ഉള്ള ഇമാമിനെ തുടരുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നാട്ടിലെ ഇമാമിനെ തുടരുകയാണെങ്കിൽ അത് പൂർത്തിയാക്കി നിസ്കരിക്കണം എന്ന് നാഫിഉ കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദാ സല്ല മഅൽ ഇമാമി സല്ലഹ അർബഅൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നത് 4 റക്അത്ത് നിസ്കരിക്കേണ്ടായിരുന്നു. വൈദാ സല്ല വഹദഹു സല്ലഹ റക്അത്തൈനി. ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്ത് ആയിക്കൊണ്ട് യാത്രയിൽ നിസ്കരിക്കാറുണ്ട്. അപ്പോൾ നാട്ടിലെ ഇമാമിനെ തുടർന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കണം. അപ്പോൾ ജമ്മുവും ഖസറായിട്ട് ബന്ധപ്പെട്ട് അത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഏതാണ്ടെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ സ്ഥിരം യാത്രയിലൊക്കെ ആയ ആൾക്കാരായതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് സംശയം ഉണ്ടാവില്ല വിചാരിക്കാം. ഇനി അടുത്തത് ഞാൻ വിശദീകരിക്കാൻ, ജമ്മുവും ഖസറും കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ചാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അൻ അമലിഹി സ്വലാത്തുഹു. ഒരടിമ പരലോകത്തെത്തിയാൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുക അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചാണ്. ഫഇൻ സ്വലഹത്ത് ഫഖദ് അഫ്ലഹ വ അൻജഹ. അത് കൃത്യമായി ശരിയായി കഴിഞ്ഞാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. വഇൻ ഫസദത്ത്, ഇനി അത് കുഴപ്പത്തിലായാൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടത്തിലായി, പരാജിതനായി. ഫഇനിൻ തഖസ മിൻ ഫരീളത്തിഹി, അവൻ്റെ ഫർളിൽ വല്ല ന്യൂനതയും വന്നു പോയാൽ ഖാല റബ്ബ് പറയും, അസ്സ വജല്ല, ഉന്നതനും പ്രതാപമാനുമായ റബ്ബ് പറയും, ഉൻദുറൂ ഹൽ ലി അബ്ദി മിൻ തതവ്വുഇൻ. നമ്മൾ ഫർള് നിസ്കാരത്തിന് ഓരോ ദിവസത്തെ നിസ്കാരം കൃത്യമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ കണക്ക് വരുമല്ലോ, വിചാരണക്ക് വരുമല്ലോ. ഞാൻ മുമ്പൊക്കെ പലപ്പോൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വക്ത് നമ്മൾ നിസ്കാരം ഒഴിവാക്കിയാൽ അതെന്തിനൊഴിവാക്കി എന്ന് റബ്ബിനോട് സമാധാനം പറയണം. ഉറങ്ങിപ്പോയവനും മറന്നു പോയവനും എപ്പോഴാണോ ഉറക്കിൽ എഴുന്നേൽക്കുന്നത് അപ്പം നിസ്കരിക്കണം. മറന്നു പോയവനാണെങ്കിൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പം നിസ്കരിക്കണം. സാധാരണയായിട്ട് നിസ്കാരം പതിവായി നിസ്കരിക്കുന്ന ഒരാൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു വക്ത് മറന്നു പോയാൽ അത് ഓർമ്മ വരുമ്പോൾ നിസ്കരിച്ചാൽ മതി. നേരെ മറിച്ച് തീരെ നിസ്കരിക്കാതെ അത് പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരാൾ അത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഓരോ ഡേറ്റ് ഇട്ടിട്ട് ളുഹർ അസ്ർ മഗ്രിബ് ഇശാ സുബഹ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിസ്കരിച്ചാൽ പോരാ. അത് തൗബ ചെയ്തിട്ട് അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങുക, പിന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ പണ്ട് കാലം കൊല്ലങ്ങളോളം കഴിഞ്ഞു പോയ ഫർളെല്ലാം കൂടി ഒന്നിച്ച് ഖളാ വീട്ടാനൊന്നും പിന്നെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതിന് മുമ്പുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. തൗബ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ കുറേ കാലം നിസ്കരിക്കാതെ എങ്ങനെ നടന്നു, പിന്നെ ഒരു കാലത്ത് നിസ്കാരത്തെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ബോധം ഉണ്ടായി, അങ്ങനെ വന്നാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ കുറേ കൊല്ലത്തെ ഓരോ ദിവസത്തെ ഇങ്ങനെ ഡേറ്റ് ഇട്ട് നിസ്കരിക്കൊന്നും വേണ്ട. അത് തൗബ ചെയ്യുക, പിന്നെ സൽക്കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിച്ചാൽ മതി എന്നുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. നേരെ മറിച്ച് പതിവായിട്ട് നിസ്കരിക്കുന്ന ഒരാൾ ആ നിസ്കാരത്തിൽ ഇപ്പോൾ ഒരു സമയം ഒരു സുബഹി അല്ലെങ്കിൽ ഒരു അസർ എന്തെങ്കിലും ജോലിയിലായിട്ട് നിസ്കരിച്ചില്ലല്ലോ, മറന്നുപോയി. പിന്നെ രാത്രി ആയപ്പോഴാണ് ഓർമ്മ വന്നത് ഇന്ന് അസർ നിസ്കരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ആ സമയത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ മതി. അതാണ് പിന്നെ റുഫിഅൻ ഉമ്മത്തി അൽ ഖത്തു അൻ നിസിയാൻ എന്നുള്ള മറവിയും അതുപോലെ തന്നെ അബദ്ധവും എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉറക്കിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഒരു യാത്രയിൽ സുബഹി പിന്നെ സഹാബത്തിനോട് പിന്നെ എല്ലാവരോടും റസൂലിനോടൊക്കെ ഉറങ്ങിപ്പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു ഞാൻ വിളിച്ചോണ്ടാ, പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. അങ്ങനെ സൂര്യപ്രകാശം അവരെ ശരീരം വന്ന് തട്ടിയപ്പോഴാണ് അവർ എഴുന്നേൽക്കുന്നത് സുബഹിക്ക്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയാൽ പോലും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം സൂര്യൻ ഉദിച്ചതും നേരം വെളുത്തൊന്നും സൂര്യൻ ഉദിച്ച് ശരീരത്തിൽ വെയിൽ തട്ടിയപ്പോഴാണ് റസൂൽ പോലും അറിയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ആ എഴുന്നേറ്റ സമയത്ത് അവിടെ നിന്ന് നിസ്കരിച്ചു എന്ന് ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ ആ രൂപത്തിൽ ഉറങ്ങിപ്പോയാൽ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി, മറന്നു പോയാൽ ഓർമ്മ വരുമ്പോൾ നിസ്കരിച്ചാൽ മതി. അതാണ് ഇനി ഇതാ പറഞ്ഞപ്പോൾ ഇനി തഖസമിൻ ഫരീളത്തിഹി, അവൻ്റെ ഫർളിൽ വല്ല ന്യൂനതയും സംഭവിച്ചു പോയാൽ കാല റബ്ബു അസ്സ വജല്ല, ഉന്നതനും പ്രതാപവാനുമായ റബ്ബ് പറയും, ഉൻദുർ ഹൽ ലി അബ്ദി മിൻ തതവ്വുഇൻ,
നിസ്കാരത്തിൽ ഫർദിൽ വല്ല തകരാറും വന്നു ചിലപ്പം വേറെ പട്ടം പറത്തിക്കൊണ്ട് ഏതോ ലോകത്ത് അതിനും സലാം വീട്ടുമ്പോൾ ഓർമ്മ വന്ന് നിസ്കാരത്തിലായിരുന്നു, അങ്ങനെയൊക്കെ ചിലപ്പം പലർക്കും സംഭവിക്കുമല്ലോ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് പറയും നാളെ പരലോകത്ത് അവന് സുന്നത്തുണ്ടോന്നോ, ഹല്ലി അബ്ദി മിൻ തത്തവ്വീൻ, എൻ്റെ അടിമ സുന്നത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ നോക്ക്. ഫയുക്മിൽ ബിഹാ ഇൻതഖസ മിനൽ ഫരീള, എന്നിട്ട് അവന് തകരാറ് വന്നത് ആ സുന്നത്ത് കൊണ്ട് പരിഹരിക്കൂ എന്ന് അള്ളാഹു പറയും. സുമ്മ യക്കൂനു സായിറ അമലിഹി അലാ ദാലിക, അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ സുന്നത്തിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുള്ളത്, ഉപേക്ഷിച്ചാൽ കുറ്റമല്ലാത്തത് എന്ന നിലക്ക് ആര് കാണരുത്. നമ്മൾ സുന്നത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് പതിവായിട്ട് നിസ്കരിച്ച സുന്നത്ത്, അതൊക്കെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാം, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ രാത്രി താമസിച്ചു. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതി, റസൂലുള്ളാഹിൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു കൊടുക്കുകയും റസൂലിന് ഒളു ചെയ്യാനുള്ള വെള്ളം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഫഖാല ലി, റസൂൽ എന്നോട് പറഞ്ഞു, സൽ, നിനക്കെന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോ എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലെ താങ്കളോടൊപ്പം സ്വർഗത്തിൽ താങ്കളുടെ റഫീഖായിക്കൊണ്ട്, സഹവാസിയായിക്കൊണ്ട്, കൂട്ടുകാരനായിക്കൊണ്ട് എനിക്ക് കഴിയണം എന്ന് പറഞ്ഞു. കാല, അപ്പോൾ റസൂൽ ചോദിച്ചു, അവ ഗൈറ ദാലിക, അതല്ലാത്തതൊന്നും ചോദിക്കാനല്ലേ? കുൽത്തു, ഞാൻ പറഞ്ഞു, ഹുവ ദാക്കല്ലേ, അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ. കാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്ത്, അതിന് നീ എന്നെ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. ഈ ഹദീസ് നമ്മൾ പറയുമ്പോൾ സാന്ദർഭികമായിട്ടൊരു കാര്യം ശ്രദ്ധപ്പെടുത്തുകയാണ്. പിന്നെ മരണപ്പെട്ടു പോയ ആളുകളോട് തേടാൻ പ്രവാചകന്മാരുടെയോ റസൂലിൻ്റെയോ സഹാബത്തിൻ്റെയോ മാതൃകയിൽ ഒരു മാതൃകയും സ്ഥിരപ്പെട്ടതായിട്ട് വന്നിട്ടില്ല. പ്രവാചകന്മാരുടെ മാതൃകയിലൊന്നുമില്ല, ഖുർആൻ അങ്ങനെ പറയുന്നില്ല, ഒരു തെളിവുമില്ല. അപ്പോൾ പിന്നെ കിട്ടുന്ന എന്ത് പുൽക്കൊടിയും പിടിച്ചിട്ട് അതൊക്കെ മരിച്ചവരോട് തേടാൻ തെളിവാക്കുന്ന ഒരു സമൂഹം നമ്മളെ ഇടയിലുണ്ട്. അവർ പറയുന്നൊരു തെളിവാണിത്. റസൂലിനോട് ഇവിടെ എന്താ റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, താങ്കളോടൊപ്പം സ്വർഗത്തിൽ സഹവാസം ഞാൻ ചോദിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ സ്വർഗത്തിൽ എന്നെ ആക്കണമെന്ന് പ്രാർത്ഥിക്കല്ലേ ചെയ്തത്. റസൂലിനോട് സ്വർഗത്തിൽ താങ്കളുടെ സഹവാസം തരണമെന്ന് ചോദിക്കുകയാണല്ലോ. അസ്അലുക, താങ്കളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിലെ സഹവാസം. അപ്പോൾ റസൂലിനോട് സ്വർഗത്തിലെ സഹവാസം ചോദിച്ചില്ലേ? അപ്പം പിന്നെ റസൂലിനോട് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ എന്താണ്, സ്വർഗം റസൂലിനോട് ചോദിക്കാം, അത് ജീവിതകാലത്തും ചോദിക്കാം, മരണശേഷവും ചോദിക്കാം. അങ്ങനെ മഹാന്മാരോട് തേടുന്നതിന് തെറ്റില്ല എന്ന് ന്യായീകരിക്കാം. നോക്കൂ, അത് ഒരു തെളിവും കിട്ടാത്തതുണ്ട് ലോകത്ത്. ഒന്നാമത്തെ സഹാബത്തിനൊന്നും ഇത് മനസ്സിലായിട്ടില്ല. എന്ത്, അത് റസൂലിനോട് ജീവിതകാലത്തും മരണശേഷവും സ്വർഗം ചോദിക്കാനുള്ള തെളിവാണ്. മാത്രമല്ല, ഇദ്ദേഹം താങ്കൾക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം റസൂലിനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കണം എന്ന് പറഞ്ഞു. അതിന് റസൂൽ പറഞ്ഞാൽ ഞാൻ എനിക്ക് സ്വർഗം തന്നിരിക്കുന്നു എന്ന് പറയല്ലേ, ഇത് നീ എന്നെ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക, എന്നാൽ എൻ്റെ സ്വർഗത്തിൽ എൻ്റെ കൂടെ എത്താമെന്നാണ് പറയുക ചെയ്ത്. അപ്പോൾ അവിടെ ഒന്നും, ഇവിടെയൊക്കെ എന്താ അറിയോ, ഇത് ഇപ്പോൾ അങ്ങനെ തെളിവ്, ഇത് റസൂലോ സഹാബത്തോ താബികളോ മുൻഗാമികളോ ആരെങ്കിലും മരണപ്പെട്ടവരോട് തേടാൻ റസൂലിനോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് റസൂലിൻ്റെ കാലശേഷം റസൂലിനോട് അങ്ങനെ സ്വർഗം ചോദിക്കാം, നരകത്തിന് രക്ഷ തേടാം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഫിത്നയിലകപ്പെടുത്തപ്പെട്ട പണ്ഡിതന്മാർ അവർ തെളിവുണ്ടാക്കുകയാണ്, ഇങ്ങനെ ഓരോന്ന് തെളിവ്. അതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നിസ്കരിക്കാൻ നിന്നപ്പോൾ റസൂലിൻ്റെ മുമ്പിൽ കുതിരയുടെ ചിത്രമുള്ള ഒരു വിരി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റസൂലുള്ളാഹിയുടെ മുഖം ചുവന്നു. എന്നിട്ട് അപ്പോൾ ആയിഷാബി ചോദിച്ചു, മാതാ അദ്നബ്തു യാ റസൂലല്ലാഹ്, എന്ത് തെറ്റാ റസൂലെ ഞാൻ ചെയ്തത്? ഇനി അത്തൂബു ഇലല്ലാഹി വ റസൂലിഹി എന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹിനോടും റസൂലിനോടും മാപ്പി ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്തൂബ് പറഞ്ഞ വാക്കിന് അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ അത് ആ ഒരു സന്ദർഭത്തിൽ ആയിഷാ ബീവി പറഞ്ഞതാ, റസൂൽ ഇങ്ങനെ ഈ കുതിരയുടെ ചിത്രമുള്ള റസൂൽ എൻ്റെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയി ഈ ചിത്രം കണ്ടിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യം മുഖം ചുവന്നപ്പോൾ അള്ളാഹിനോട് റസൂലിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക്, അത് പിന്നെ റസൂലുള്ളാഹിനോട് തേടാൻ തെളിവ്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണത്. അതും റസൂലുള്ളാഹിനോട് തേടാൻ തെളിവായിട്ട് പറയാം. അത് നോക്കുന്നത് ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാ.
ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ആ ഉത്തമ നൂറ്റാണ്ടിലെ റസൂലോ സഹാബത്തോ താബിയങ്ങളോ ആ ഉത്തമ നൂറ്റാണ്ടുകാരോ മുൻഗാമികളായ മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ അവരാരും അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് റസൂലിനോട് തേടാമെന്ന് പറയുന്നില്ല. കാരണം അത് ആ സന്ദർഭത്തിൽ റസൂലിനോട് എന്തോ തെറ്റിച്ച് റസൂലിന് മുഖം ചോന്ന് ദേഷ്യം കൊണ്ട് മുഖം ചോന്നപ്പോൾ റസൂലെ ഞാനെന്ത് തെറ്റ് ചെയ്തു പോയി റസൂലിനോട് മാപ്പി ചോദിക്കുന്നു, അള്ളാഹിനോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സന്ദർഭം അതും ഇങ്ങനെ പറഞ്ഞിട്ട് മരിച്ചവരോട് തേടാൻ തെളിവാക്കാം. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഈ മരണപ്പെട്ടവരോട് തേടാനുള്ള തെളിവാക്കിക്കൊണ്ട് ഇത്തരം പുലിക്കൊടികൾ വേറെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കണം. ഇവിടെ പിന്നെ താങ്കളോട് സ്വർഗത്തിൽ സഹവാസം ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂല് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ ഈ നമുക്ക് തോന്നിയ രൂപത്തിൽ സുജൂദ് മാത്രം ചെയ്യാൻ വേണ്ടി അല്ലാതെ അത് റസൂല് പഠിപ്പിച്ച കുറേ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടല്ലോ, അത് രാവും പകലും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതിലധികം ഉണ്ട്. നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതിലധികം ഉണ്ട്. റസൂലുള്ള പഠിപ്പിച്ച സുന്നത്ത് സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ. ആ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം സുന്നത്ത് നിസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ ഖിയാമുൽ ലൈൽ. റസൂലുള്ള പറയാ അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വലാത്തുൽ ലൈലാണ്, ഖിയാമുൽ ലൈലാണ്. അതുകൊണ്ട് തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഫർളായിരുന്നു. സൂറത്ത് ഇസ്രായിൽ നമുക്ക് കാണാം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക. രാത്രിയിൽ താങ്കൾ ഉറക്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക, അത് നാഫിലത്തൻ ലക, താങ്കൾക്ക് വർധനവായിക്കൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് 5 വക്ത് നിസ്കാരത്തിന് പുറമെ നിർബന്ധമായിരുന്നു ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ഈ അതിൻ്റെ സമയം ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ അതിനിടയിലുള്ള സമയമാണ് ഖിയാമുൽ ലൈലിൻ്റെ സമയം. അത് ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം എന്നാണ്. അത് നമ്മൾ 11 റക്അത്ത് വരെ നിസ്കരിക്കാം. 2 റക്അത്ത് ആയതുകൊണ്ട് 11 റക്അത്ത് വരെ നിസ്കരിക്കാം. അവസാനത്തിൽ ഒറ്റ ആയിരിക്കണം. അപ്പോൾ അവസാനത്തിൽ ഒറ്റയാക്കി നിസ്കരിക്കുന്നതുകൊണ്ട് അതിന് എന്ത് പേര് വന്നു? വിത്ർ എന്ന് പേര് വന്നു. അപ്പോൾ ഖിയാമുൽ ലൈലിന് തന്നെയാണ് വിത്ർ എന്ന് പറയുന്നത്. പിന്നെ അത് ഉറങ്ങി ക്ഷീണം മാറ്റി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനാണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഖുർആനൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥം തഹജ്ജുദ് എന്ന വാക്കും അതേ നിസ്കാരത്തിൻ്റെ പേരാണ്. അപ്പോൾ ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരം, വിത്ർ അവസാനത്തിൽ ഒറ്റയാക്കി നിസ്കരിക്കുക, തഹജ്ജദ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതുകൊണ്ട് തഹജ്ജുദ് എന്ന് പേര് വന്നു. അതുപോലെ തന്നെ റമലാൻ അല്ലാത്ത കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല. റമലാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി ഓതിക്കൊണ്ട് ദീർഘമായി വിശ്രമിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ തറാവീഹ് എന്ന വാക്കിന് അർത്ഥം വിശ്രമങ്ങൾ എന്നാണ്. അപ്പോൾ റമലാനിൽ അത് ജമാഅത്തായി നിസ്കരിക്കുന്നതുകൊണ്ട് തറാവീഹ് എന്ന് പേര് വന്നു. ഇപ്പോൾ നമുക്ക് ബുഖാരിൻ്റെ ഒക്കെ ഹദീസിൽ ഖിയാമുൽ ലൈൽ, വിത്ർ, തഹജ്ജുദ് എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ അധ്യായം കൊടുത്തിട്ട് ഉദ്ധരിക്കുന്ന ഹദീസൊക്കെ ഒരേ ഹദീസാണ്. നിങ്ങൾക്ക് ബുഖാരിയൊക്കെ മറച്ചു നോക്കാം. ഇവിടെ കണ്ട് നമ്മളെ ലൈബ്രറിയിലൊക്കെ ഉണ്ടല്ലോ ബുഖാരി, അങ്ങനെ കാണുമ്പോൾ ഒക്കെ ഒന്ന് മറച്ചു നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ കാണാം, നമുക്ക് എല്ലാം ഒരേ ഹദീസുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരു നിസ്കാരം തന്നെയാണ്. അപ്പം ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ എന്നത്. പിന്നെ ഖുർആന് പിന്നെ അല്ലദീന യബീതൂന ലി റബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവർ ഇബാദുർ റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ വിശേഷണം പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ രാത്രിയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിക്കുന്നവരായിക്കൊണ്ട് കഴിച്ചുകൂട്ടുന്നവരാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് വിശ്വാസികളുടെ ഗുണം പറഞ്ഞു, വകാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വകാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ച് മാത്രം ഉറങ്ങുന്നവരാണവർ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകുന്നു. അപ്പോൾ ആ സമയം പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ സമയം രാത്രിയുടെ 1/3 അവസാനത്തെ 1/3 സമയമാണ് ആ സമയം. അത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ മുഖീല, തീർച്ചയായും രാത്രിയിൽ ഉറക്കിൽ എഴുന്നേൽക്കുക എന്നുള്ളത് ഹിയ അശദ്ദു വത്അൻ, മനസ്സ് പറയുന്ന കാര്യം മനസ്സാന്നിധ്യത്തോടു കൂടി പറയാൻ ഏറ്റവും നല്ല സമയമാണ്. വഅഖ്വ മുഖീല, പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൃത്യമാവാൻ നേരെ ആവാൻ ഏറ്റവും നല്ല സമയം അതാണ് രാത്രിയിൽ എഴുന്നേറ്റുള്ള സമയമെന്ന്.
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കണം. വഅത്ഇമുത്തആം, നിങ്ങൾ ഭക്ഷണം നൽകണം. ദാരിദ്ര്യമുള്ള പട്ടിണിയുള്ള സമയത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകണം. വസ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. എങ്കിൽ തദ്ഖുലുൽ ജന്നത്ത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്. അപ്പം രാത്രി നിസ്കാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതിൻ്റെ അവസാനത്തെ 1/3 അവശേഷിക്കുന്ന സമയത്താണ്. എന്നാൽ ഇശാ നമസ്കാര ശേഷം ഉറങ്ങിയാൽ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് അത് ഇശാ നമസ്കാരം ശേഷം നിർവഹിക്കാം. ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിനോട്, റസൂലെ, ഞാൻ ചിലപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതെ പോവാറുണ്ട്, അപ്പം ഞാൻ ഇശാക്ക് ശേഷം നിസ്കരിക്കാം. അപ്പോൾ റസൂൽ പറഞ്ഞു ഇശാക്ക് ശേഷം നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇശാക്ക് ശേഷം നിസ്കരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി മാ അദ്വമ സ്വാഹിബുഹു വഇൻ ഖല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഒരു അടിമ അവൻ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് വളരെ കുറവാണെങ്കിലും ശരി. ഇപ്പം നമുക്കൊരു 3 റക്അത്താണ് നിസ്കരിക്കാൻ പറ്റുകയെന്ന് വിചാരിക്കുക. പതിവായിട്ടൊരു 3 റക്അത്ത്, 3 റക്അത്ത് മതി. അതാണ് അഹബ്ബുൽ അഅ്മാലിൽ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അടിമ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇത് ഇബാദത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊരു ശാസ്ത്രീയമായ കാര്യമാണ്. ഈ അഹബ്ബുൽ അഅ്മാലിൽ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അടിമ അവൻ പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്നാണ്. അപ്പോൾ നമുക്ക് സുബൈൻ്റെ മുമ്പ് എഴുന്നേൽക്കാൻ പ്രയാസമാണെന്ന് തോന്നുക, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് തോന്നുക, അങ്ങനെയാണെങ്കിൽ ഇശാക്ക് ശേഷം എന്താവുക, പതിവായിട്ട് 3 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ 3 റക്അത്ത് നിസ്കരിക്കുക. ഇനി 5 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കുക. 2 1 അവസാനത്തിൽ ഒറ്റ ആയിരിക്കണം. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരടിമ പതിവായിട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ദിവസം കുറേ കൂടുതൽ അങ്ങോട്ട് നിസ്കരിച്ച് പിന്നെ പിറ്റേ ദിവസം തീരെയല്ല, പിന്നെ കുറേ കൂടുതൽ അങ്ങോട്ട് നിസ്കരിച്ച് പിറ്റേ ദിവസം, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇത് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇത് ബാധകമാണ്. ഇപ്പോൾ നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഒരു ദിവസം കുറേ കൂടുതൽ ഓടുകയും ചാടുകയും എക്സർസൈസ് ചെയ്ത് പിറ്റേന്നും പിന്നെ കുറച്ച് ചെയ്തില്ല, പിന്നെ കുറേ ചെയ്ത്, അത് ശരീരത്തിന് ദോഷമാണ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യവും. ഭക്ഷണം ഇപ്പോൾ ചില സമയത്ത് കുറേ കൂടുതൽ അങ്ങോട്ട് അടിച്ചു കയറ്റി, എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ കൂടുതൽ അങ്ങോട്ട് അടിച്ചു കയറ്റിയാൽ അതുകൊണ്ട് യാതൊരു ഗുണവും ശരീരത്തിലുള്ള, ദോഷം മാത്രമേ ഉള്ളൂ എന്നാണ്. കഴിക്കുമ്പോൾ എപ്പോൾ ഒരുപോലെ കഴിക്കുക, അത് തന്നെ സമയം പാലിച്ചുകൊണ്ട് കഴിക്കുക. ഇതൊക്കെ വളരെ കൃത്യമായൊരു ശാസ്ത്രീയമായൊരു കാര്യമാണ്. ഇത് ഇബാദത്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും ഭൗതിക ജീവിതത്തിൽ ഈ ചിട്ട പാലിക്കേണ്ടുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം മാ അദ്വമ സ്വാഹിബു, അവൻ അത് ചെയ്യുന്ന ആൾ പതിവായി ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുബഹിൻ്റെ മുമ്പ് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ എഴുന്നേൽക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഹൈർ അതാണ്. കാരണം അതാണ് ഏറ്റവും അഫ്ളലായ സമയം ഖുർആൻ പറയുന്നത്. നമ്മളെ മനസ്സ് ഏറ്റവും അതന്നെ ഒരു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മങ്ങിയ ഇരുട്ടത്തെ റസൂൽ, മങ്ങിയ വെളിച്ചത്തിലാണ് റസൂൽ നിസ്കരിച്ച്. കാരണം റസൂൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ആയിഷ ബീവി റസൂലിൻ്റെ മുമ്പിലേക്ക് കാല് നീട്ടും. അപ്പോൾ റസൂൽ നിസ്കരിക്കുമ്പോൾ സുജൂദ് പോകുമ്പോൾ കാല് ഇങ്ങനെ നുള്ളും പിച്ചും, ആ കാല് വലിക്കും ആയിഷ ബീവി. അതെന്ന് ആയിഷ ബീവി പറയുന്നത് ഞങ്ങളെ വീട്ടിൽ അന്ന് വിളക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഒരു മങ്ങിയ വെളിച്ചത്തിലൊക്കെ ആവും. ആ മങ്ങിയ വെളിച്ചത്തിലാവണമെന്ന് ഹദീസിൽ നിർദ്ദേശമൊന്നുമില്ല, അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തി ജ്വലിക്കുന്ന വെളിച്ചത്തിൽ നിൽക്കുന്നതിനേക്കാൾ ഒരു മങ്ങിയ വെളിച്ചത്തിലാവുമ്പോൾ കൂടുതൽ ഒരു ഭക്തി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ആ ഹദീസ് മനസ്സിലാവുന്നു. അങ്ങനെ ഒരു നിർദ്ദേശമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും സുബഹിക്ക് മുമ്പ്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ ഖിയാമുൽ ലൈൽ നിസ്കരിക്കണം. ഫഇന്നഹു ദഅബു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കാൻ നല്ല മാർഗ്ഗമാണത്. വ മുകഫിറത്തുൽ ലിസ്സയ്യാത്തി, നിങ്ങളുടെ പാപങ്ങൾ ഒക്കെ മായ്ച്ചു കളയുന്നതാണത്. വ മൻഹാത്തുൽ ലിൽ ഇസ്മി, എല്ലാ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ തടയുന്നതാണത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ള പറയാ, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യൻ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. റസൂലുള്ള പറയാ, ഖാമ മിനല്ലൈൽ, അവൻ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു. ഫസ്വല്ല, അവൻ നിസ്കരിച്ചു. വ ഐഖള, അവൻ ഇമ്രാത്തഹു, അവൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി. ഫസ്വല്ലത്ത്, അവളും നിസ്കരിച്ചു. ഫൈൻ അബത്ത്, ഇനി അവൾ അതിന് വിസമ്മതിച്ചാൽ നളഹ, അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. ഫി വജിഹിക, മുഖത്ത് വെള്ളം കുടഞ്ഞു. റഹിമ, അപ്പോൾ ഒരു പുരുഷൻ, അള്ളാഹ് റസൂൽ പറയാം,
ഒരു പുരുഷന് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും അവൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ഇനി ഭാര്യ എഴുന്നേൽക്കാൻ വിസമ്മതിപ്പിച്ചാൽ പിന്നെ അവളെ മുഖത്ത് വെള്ളം കുടയുകയും ചെയ്തിട്ട് അങ്ങനെ നിസ്കരിക്കുന്ന ഒരു പുരുഷൻ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. അതുപോലെ തന്നെ നേരെ തിരിച്ചു റസൂലുള്ളാഹി പറഞ്ഞു, റഹിമല്ലാഹു ഇമ്രഅത്തൻ, ഒരു സ്ത്രീക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. ഖാമത്ത് മിനല്ലൈലി, അവൾ രാത്രി നിസ്കരിച്ചു, ഖാമത്ത് മിനല്ലൈലി, രാത്രി എഴുന്നേറ്റു, ഫസ്വല്ലത്ത് നിസ്കരിച്ചു, ഐഖലത്ത് സൗജഹ, ഭർത്താവിനെ വിളിച്ചോണത്തി, ഫസ്വല്ല, അദ്ദേഹം നിസ്കരിച്ചു, ഫൈൻ അബ, ഇനി ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതിച്ചാൽ ലഹത്ത് ഫി വജ്ഹിഹി അൽമാ, മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിസ്കരിപ്പിച്ചു. അപ്പോൾ ഈ പരലോക കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്ന ഇണകൾ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞതാണ്, പരലോക കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്ന ഇണകൾ ആർക്കുണ്ടോ അവർ വിജയിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ നിലക്ക് ഭർത്താവിനെ ഉണർത്തുന്നത് ഏറ്റവും നല്ലതാണ്. അള്ളാഹു പ്രത്യേകമായി കാരുണ്യത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം പിന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടും നിസ്കരിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു വസിയ്യത്ത് എന്നുള്ളവർക്ക് പറയാണ്, യാ അബ്ദല്ലാ, അള്ളാഹുവിൻ്റെ അടിമ, ലാ തകുൻ ബി മിസ്ലി ഫുലാനിൻ കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റിട്ട് നിസ്കാരം ഒഴിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ആവരുത്. നമ്മൾ രാത്രി എഴുന്നേറ്റു എന്നിട്ടും നിസ്കാരം ഒഴിവാക്കി, അങ്ങനെ നീ ആയിത്തീരരുത് എന്നാ. അത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. പിന്നെ അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞതായിട്ടാണ് ഹദീസ് ഉള്ളത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റസൂൽ പറയാണ്, രാത്രി എഴുന്നേറ്റ് എന്നിട്ടും നിസ്കരിച്ചില്ല, അക്കോലത്തിൽ നീ ആയിത്തീരരുത്. അപ്പം നമ്മൾ പിന്നെ ഇപ്പം കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ എന്തായി, ഉറങ്ങിക്കഴിഞ്ഞാൽ സുബഹിൻ്റെ മുമ്പേ എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു വരും. അപ്പം അത്തരം ആൾക്കാർക്ക് ഇശാക്ക് ശേഷം നിസ്കരിക്കാം. എന്നാൽ രാത്രി എഴുന്നേറ്റു എന്നിട്ടും നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന അവസ്ഥ, ആ കൂട്ടത്തിൽ നീ ആയിത്തീരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രിയുടെ അവസാനത്തെ സമയത്തിന് പിന്നെ എല്ലാ മതങ്ങളിലും പ്രത്യേകത പറയുന്നുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും പിന്നെ രാത്രിയുടെ അന്ത്യയാമത്തിന് പ്രത്യേകത പറയും. ഇപ്പോൾ ഹിന്ദു മതത്തിൽ ആ സമയത്തിന് ബ്രഹ്മ മുഹൂർത്തം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇദ് ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 അവശേഷിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹീതനായ അത്യുന്നതനായ റബ്ബ് സമാഉദ്ദുനിയയിലേക്ക് നുസൂലുണ്ടാകും റബ്ബിന്. യഖൂൽ, എന്നിട്ട് ആ റബ്ബ് പറയും, മൻ യദുഉനി, ആരെന്നോട് ദുആ ചെയ്യുന്നുവോ ഫഅസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം നൽകും. മൻ യസ്അലുനി ഫഉതിയഹു, ആരാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ അവന് നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണോ എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നത് അവന് ഞാൻ പുറത്തു കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം വളരെയധികം പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകത ഉള്ളതാണ്. നമുക്ക് ഒരു 3 റക്അത്തെങ്കിലും എഴുന്നേറ്റ് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഹൈറാണ്. ഇനി അതിന് സാധ്യമല്ലെങ്കിൽ ഇശാ നമസ്കാര ശേഷമെങ്കിലും ചുരുങ്ങിയത് 3 റക്അത്തുകൾ നിസ്കരിക്കാം. റക്അത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, അത്രയും നല്ലതാണ്. 11 റക്അത്ത് വരെ നിസ്കരിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഖിയാമുൽ ലൈലിൻ്റെ പ്രാധാന്യം ഈ വിവരിച്ച ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഖിയാമുൽ ലൈൽ കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റവാത്തിബ് സുന്നത്താണ്. റവാത്തിബ് സുന്നത്ത് നമുക്കൊക്കെ അറിയാവുന്നത്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10 റക്അത്താണ്. അത് പിന്നെ ബുഖാരി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഹഫിൽതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനിയിൽ നിന്ന് ഞാൻ പഠിച്ചു 10 റക്അത്തിൻ, 10 റക്അത്ത്. റക്അത്തൈനി ഖബല ളുഹർ, ളുഹറിന് മുമ്പ് 2 റക്അത്ത്, റക്അത്തൈനി ബഅദ, അതിന് ശേഷം 2 റക്അത്ത്. അതുപോലെ തന്നെ റക്അത്തൈനി ബഅദൽ മഗ്രിബി, മഗ്രിബിന് ശേഷം 2 റക്അത്ത് ഫി ബൈത്തിഹി, വീട്ടിൽ നിന്ന്. അപ്പോൾ റക്അത്തൈനി ബഅദൽ ഇശാഇ ഫി ബൈത്തിഹി, അതുപോലെ തന്നെ ഇശാക്ക് ശേഷം 2 റക്അത്ത് വീട്ടിൽ നിന്ന്. നമുക്ക് വീട്ടിൽ പോകാൻ സാധിക്കാത്ത ആളുകളും പിന്നെ ഒക്കെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന തെറ്റൊന്നുമില്ല കേട്ടോ. അത് ഏറ്റവും ശ്രേഷ്ഠം പൊതുവെ സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കുന്നതാണ്. അപ്പോൾ റക്അത്തൈനി ഖബല സ്വലാത്തിൽ സുബൈ, അപ്പോൾ സുബൈൻ്റെ മുമ്പ് 2, അപ്പോൾ സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ശേഷം 2, അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഈ 10 റക്അത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതും നേരത്തെ പറഞ്ഞ രൂപത്തിൽ കഴിയുന്നത്ര പതിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി എപ്പോഴെങ്കിലും ഒഴിവായി പോകുന്നതോ അല്ലെങ്കിൽ സമയം കിട്ടാതിരിക്കുമ്പോൾ നിസ്കരിക്കാതിരിക്കുന്നതൊന്നും കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. കഴിയുന്നതും നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അതൊക്കെ റസൂലിൻ്റെ ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ,
നിങ്ങളോടൊരു കാര്യം കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും പ്രകാരം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും പ്രകാരം കഴിയുന്നതും പതിവാക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. മറ്റൊരു ഹദീസിൽ, പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, മാമിൻ അബിദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റക്അ, ഒരടിമയും അള്ളാൻ്റെ മുമ്പിൽ 12 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, തത്തവ്വുന ഐച്ഛികമായിക്കൊണ്ട്, ഗൈറ ഫരീള ഫർളിന് പുറമെ ഐച്ഛികമായിക്കൊണ്ട് ഒരടിമയും 12 റക്അത്ത് പകലിൽ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും നിസ്കരിച്ചിട്ടില്ല, ഇല്ലാ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, അവന് സ്വർഗത്തിലൊരു വീട് അള്ളാഹു നിർമ്മിച്ചു കൊടുത്തിട്ടല്ലാതെ എന്ന്. അപ്പം അവിടെ ആ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ്. 12 റക്അത്താണ് പറയുന്നത്. അത് കാന യുസല്ലി ഖബല ളുഹ്രി 4, ളുഹറിന് മുമ്പ് 4 റക്അത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞ ളുഹറിന് മുമ്പ് 2 അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ബുഖാരി റിപ്പോർട്ട് ചെയ്താണ്. ഇത് ളുഹറിന് മുമ്പ് 4, അപ്പോൾ 12 റക്അത്ത്. അതാണ് പണ്ഡിതന്മാരൊക്കെ റവാത്തിബ് സുന്നത്തിൽ എണ്ണിയിട്ടുള്ളത് ഈ 12 റക്അത്താണ്. എന്നാൽ പിന്നെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് പ്രത്യേകം ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അത്ത അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് റസൂലുള്ള, നിങ്ങൾക്ക് ദുനിയാവിലും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഉത്തമം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച്. യാത്രയിൽ പോലും റസൂലുള്ള ഒഴിവാക്കാത്ത നിസ്കാരമാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം എന്ന ഹദീസുകൾ കാണാം. ബാക്കിയുള്ള റവാത്തിബൊക്കെ യാത്രയിൽ നിസ്കരിക്കാറില്ല. യാത്രയിൽ റക്അത്ത് ഫർള് നിസ്കാരം തന്നെ 4 2 നിസ്കരിക്കുന്നത്. അപ്പോൾ റവാത്തിബ് സുന്നത്തില്ല. എന്നാൽ യാത്രയിൽ പോലും റസൂലുള്ള സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അപ്പോൾ ആയിഷ ബീവിയിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഉത്തമമാണ് ആ 2 റക്അത്ത് നമസ്കാരമെന്ന്. പിന്നെ റവാത്തിബിൽ എണ്ണാത്ത നിസ്കാരമുണ്ട്. അതൊക്കെ നമുക്ക് സമയവും സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. എന്താണ്, അസറിന് മുമ്പ് 4 റക്അത്ത് റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഖബല അൽ അശ്രി 4 റക്അത്തിൻ, അസറിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അപ്പോൾ അത് റവാത്തിബ് സുന്നത്ത് പെടാത്തതാണ്. നമ്മളൊക്കെ എപ്പോഴെങ്കിലും പള്ളിയിൽ എത്തിപ്പെടുക, നേരത്തെ സമയം കിട്ടുകയൊക്കെ ചെയ്യണം, നമുക്ക് നിസ്കരിക്കാവുന്നതാണല്ലോ. അതുപോലെ തന്നെ മഗ്രിബിന് മുമ്പ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വല്ലു ഖബലൽ മഗ്രിബി 3 പ്രാവശ്യം പറഞ്ഞു റസൂലുള്ളാഹി, സ്വല്ലു ഖബലൽ മഗ്രിബി എന്ന്, സ്വല്ലു ഖബലൽ മഗ്രിബി, നിങ്ങൾ മഗ്രിബിന് മുമ്പ് നിസ്കരിക്കുക. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി പറഞ്ഞു, വഫി സാലിസത്തി ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർ ചെയ്താൽ മതി. കറാഹിയത്തായി യത്തഹിദന്നാസു സുന്നത്തൻ, ജനങ്ങൾ അതൊരു പതിവായ സുന്നത്തായി സ്വീകരിക്കുന്നതിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്ദേശിക്കുന്നവർ ചെയ്താൽ മതി. അപ്പം മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്തിന് മുമ്പേ പതിവായിട്ടല്ലാതെ നിലക്ക് 2 റക്അത്ത് സുന്നത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതും നമുക്ക് സൗകര്യപ്പെടുന്നവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെ വുളു ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. പിന്നെ ഹദീസിൽ കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഞാൻ ഈ വുളു എടുക്കുന്ന പോലെ ആരെങ്കിലും വുളു ചെയ്തു, സുമ്മ ഖാമ ഫറക റക്അത്തൈനി, എന്നിട്ട് അവൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ മുമ്പ് ചെയ്തു പോയ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നതാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ വുളു ചെയ്താലും നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, പിന്നെ റബീഅത്തു ഇബ്നു കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഅഇന്നി അലാ കസറത്തി സുജൂദ് എന്നല്ലേ, എന്നെ സുജൂദ് കൊണ്ട് നീ സഹായിക്കാന്ന്. ഇവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്ത് തന്നെ ഇഷ്ടം പോലെ ആയിപ്പോൾ. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് ളുഹർ നിസ്കരിക്കാൻ ഒരുപാട് സമയം വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തഹിയ്യത്ത് നിസ്കാരം, വുളുവിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണമെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കാം. അത് തന്നെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് 8 റക്അത്ത് വരെ നമുക്ക് നിസ്കരിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അസറിന് മുമ്പേ 4 റക്അത്ത് നിസ്കരിക്കാം. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ഹദീസിൽ സ്ഥിരപ്പെട്ടത് തന്നെ ഉണ്ട്. പിന്നെ തഹിയ്യത്ത് നിസ്കാരം നമുക്കൊക്കെ അറിയാവുന്നതാണ്.
തഹിയ്യത്ത് നിസ്കാരത്തെക്കുറിച്ച് ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈനി, നിങ്ങൾ ആരെങ്കിലും പള്ളി പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് റസൂലുള്ള പറയാം. ആ പള്ളിയോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടിയാണ്. ഓരോ വസ്തുവിനെയും നമ്മൾ ആദരിക്കാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനെ എങ്ങനെ ആദരിക്കണം, മഹാന്മാരെ എങ്ങനെ ആദരിക്കണം, പള്ളി എങ്ങനെ ആദരിക്കണം, കഅബയെ എങ്ങനെ ആദരിക്കണം, ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയെ ആദരിക്കേണ്ടത് പള്ളിയോട് ദുആ ചെയ്തോ പള്ളിക്ക് ആരാധന നടത്തിക്കൊണ്ടോ അല്ല, പള്ളിയിൽ പോയിട്ട് റബ്ബിന് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടാണ്. അപ്പം തഹിയ്യത്ത് നിസ്കരിക്കുക. അത് റസൂലുള്ള ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് കയറി വരുന്ന ആളോട് പോലും ഈ നിസ്കരിക്കാതെ അവിടെ ഇരുന്നപ്പോൾ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ അത് നിർബന്ധം എന്നുള്ള ആൾക്കല്ല, പിന്നെ അങ്ങനെ പള്ളിയിൽ കയറിയാൽ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പേ സമയമുണ്ടെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. പിന്നെ തഹിയ്യത്തിനും റവാത്തിബിനും കൂടി അങ്ങനെ സമയമല്ലെങ്കിൽ നമ്മൾ റവാത്തിബ് നിസ്കരിച്ചാൽ മതി. ചില പണ്ഡിതന്മാരെ 2 ഒരേ നിയ്യത്ത് നിസ്കരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾ 2 ഒരേ നിയ്യത്ത് നിസ്കരിച്ചോളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ഒരേ നിയ്യത്തിൽ നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് സ്വലാത്തുൽ ളുഹയാണ്. റവാത്തിബും തഹിയ്യത്തും കഴിഞ്ഞാൽ പിന്നെ വുളൂൻ്റെ സുന്നത്ത്, അതുപോലെ സ്വലാത്തുൽ ളുഹ. ഈ സ്വലാത്തുൽ ളുഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായിട്ട് നിസ്കരിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടില്ല. എങ്കിൽ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി, എൻ്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി എന്നോട് വസിയത്ത് ചെയ്തു ബി സലാസിൻ, 3 കാര്യങ്ങൾ, ലാ അദഉഹുന്ന ഹത്താ അമൂത, അത് മരിക്കുന്നവരെ ഞാൻ ഒഴിവാക്കൂല. സിയാമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസത്തിലെയും 3 ദിവസത്തെ നോമ്പ്, അയ്യാമുൽ ബീദ്, എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾക്കാണ് അയ്യാമുൽ ബീദ് എന്ന് പറയുന്നത്. ആ അയ്യാമുൽ ബീദിലെ സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ് ഞാൻ ഒഴിവാക്കാറില്ല. അതുപോലെ തന്നെ പിന്നെ വസ്വലാത്തു ലുഹ, ലുഹാ നിസ്കാരം. ഈ ലുഹാ നിസ്കാരത്തിന് 3 പേരുണ്ട്. അത് നേരത്തെ നമ്മൾ ഖിയാമുൽ ലൈലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ്. ഖിയാമുൽ ലൈലിനെ കുറിച്ച് നമ്മൾ ഖിയാമുൽ ലൈല്, വിത്തർ, തഹജ്ജുദ്, പിന്നെ റമദാനിൽ തറാവി, 4 പേര് പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ ഈ ലുഹാ നിസ്കാരം പിന്നെ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടി പിന്നെ സൂര്യൻ ഉദിച്ചിട്ട് ഒരു കുന്തത്തോളം ഖദറ റുംഹി എന്ന ഹദീസിൽ വന്ന് ഒരു കുന്തത്തിൻ്റെ അത്ര ഉയരം, ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് സൂര്യൻ ഉദയത്തിൻ്റെ ടൈം കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക. അത് അപ്പം ഉദയ സമയത്തുള്ള നിസ്കാരം ആയതുകൊണ്ട് ഷുറൂഖ് എന്ന് പറഞ്ഞു. ലുഹാ നിസ്കാരം തന്നെയാണത്, മറ്റൊരു നിസ്കാരമല്ല. ലുഹാ നിസ്കാരം അത് ആ സമയത്ത് നിസ്കരിക്കാം. ഇനി വെയിൽ ചൂടായിട്ട് ആണ് നിസ്കരിക്കുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം വെയിൽ ചൂടായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് കാണാൻ സാധിക്കുന്നു ഹദീസിൽ. അങ്ങനെ ഇളം ഉച്ച സമയത്ത് നിസ്കരിക്കുന്നു ലുഹാ നിസ്കാരം എന്ന് പേര് വന്നു. ഹദീസിൽ അതിന് സ്വലാത്തുൽ അവ്വാബീൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരുടെ നിസ്കാരം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഈ 3 കാര്യങ്ങൾ, ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, 3 കാര്യങ്ങൾ റസൂലുള്ള എന്നോട് ഉപദേശിച്ചു, അത് ഞാൻ മരണം വരെ ഒഴിവാക്കുകയില്ല. ഒന്ന്, എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങളിൽ അറബി മാസത്തിലെ ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക. 2, ലുഹാ നമസ്കാരം. 3, പിന്നെ വഅൻ ഊത്തിറ ഖബലന്നവും, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിത്ര നിസ്കരിക്കുമെന്നത്. ഇങ്ങനെ ലുഹാ നിസ്കാരം എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ നമുക്കറിയാം സ്വലാത്തുൽ ഇസ്തിഖാറ എന്ന് പറഞ്ഞൊരു നിസ്കാരമുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അള്ളാഹുവിനോട് ഖൈറിനെ തേടിക്കൊണ്ടുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. നമുക്ക് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പേ, നമുക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് നിസ്കരിക്കാം. വേറെ ഏത് കാര്യം, ഒരു വിവാഹത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചാൽ നമുക്ക് നിസ്കരിക്കാം. ഇങ്ങനെ ഏത് കാര്യം, നല്ല കാര്യം തീരുമാനിച്ചാലും അത് നമുക്കറിയാം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, അസ്തഖിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളികൽ അലീം അല്ലാഹുമ്മ അൻത തഅലമു വലാ അഅലമു വഅൻത തഖ്ദിറു വലാ അഖ്ദിറു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹുവിനോട്, ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒന്നുകിൽ വൈഫിനോട് അല്ലെങ്കിൽ പിന്നെ വാപ്പാനോട് ഉമ്മാനോട് ഇങ്ങനെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളോട് ഇവരൊക്കെ കൂടി ആലോചിക്കൂലേ. അവരോടൊക്കെ കൂടി ആലോചിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാരാണ്? റബ്ബിനോട് പറയുക.
അപ്പോൾ റബ്ബിനോട് ഖൈറിനെ തേടുക. അള്ളാഹുവെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ നിന്നോട് ഖൈറിനെ തേടുന്നു, അത് നല്ലതാണെങ്കിൽ എനിക്ക് സാധിപ്പിച്ചു തരണം, അതിൽ നീ എനിക്ക് ബർക്കത്ത് നൽകണം. ഇനി അത് എനിക്ക് ദോഷകരമാണെങ്കിൽ നീ അതിൽ തന്നെ തട്ടി മാറ്റണം, അതിനേക്കാൾ ഖൈറായത് എനിക്ക് നൽകണം എന്നൊക്കെ റബ്ബിനോട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇസ്തിഖാറത്ത് ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ സ്വലാത്തുൽ ഇസ്തിഖാറത്ത് നിസ്കരിക്കുക. അപ്പോൾ ഇത്രയും ആണ് പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ. പിന്നെ നമുക്കറിയാം സലാത്തുൽ ഈദൈനി സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്, സ്വലാത്തുൽ കുസൂഫ് സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്, സ്വലാത്തുൽ ഇസ്തിസ്ഖാ മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരം സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ അതും പ്രത്യേകം വിശദീകരിക്കേണ്ട, നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും. അപ്പോൾ ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇന്നക്കലൻ തസ്ജുദലില്ലാഹി സജദത്തൻ, നീ റബ്ബിൻ്റെ മുമ്പിൽ ഒരു സുജൂദും ചെയ്തിട്ടില്ല, ഇല്ലാ റഫഅക്കല്ലാഹു ബിഹാ ദറജ, അള്ളാഹു അത് മുഖേന നിൻ്റെ ഒരു പദവി ഉയർത്തിയിട്ടല്ലാതെ. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അത്യുന്നതമായ പദവി ഉയർത്തപ്പെടുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പിന്നെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലിൻ്റെ റഫീഖായിക്കൊണ്ട് സഹവാസിയായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും സാധിക്കുക. ആ നിലക്ക് കഴിയുന്നത്ര സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുക. ഞാൻ പറഞ്ഞതൊക്കെ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എവിടെയും അവ്യക്തതയോ സംശയങ്ങളോ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. സമയം ഏതാണ്ട് 1 മണിക്കൂറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും വ്യക്തമാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ബോധമുള്ള രോഗിയുടെ കാര്യമാണോ പറയുന്നത്? ബോധം പോവും. ബോധം പോയാൽ പിന്നെ നിസ്കാരം നിർബന്ധമില്ലല്ലോ. ആ പിന്നെ അത് പിന്നെ ഒന്നാമത്തത് പിന്നെ അങ്ങനെ പതിവായി നിസ്കരിക്കുന്ന ആൾ, പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞ പതിവായി നിസ്കരിക്കുന്ന ആൾ അങ്ങനെ കുറച്ച് സമയം ബോധം പോയാൽ പിന്നെ അത് ഓർമ്മ വരുമ്പോൾ നിസ്കരിക്കാവുന്ന. പൊതുവേ പിന്നെ ബുദ്ധിയും ബോധവും ഇല്ലാത്തവന് നിസ്കാരം ഇല്ല. അപ്പോൾ 2 ദിവസമോ 3 ദിവസമൊക്കെ നമ്മൾ പിന്നെ ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നിസ്കാരം നിർബന്ധമല്ല. കാരണം ബുദ്ധിയും ബോധവും ഉണ്ടാവുക എന്നുള്ളത് ഷർത്താണ് എന്തിന് നിസ്കാരം നിർബന്ധമാവാൻ. ICU അവിടെ നമുക്ക് അത് പറഞ്ഞ ഹദീസ് പറഞ്ഞില്ലേ, കണ്ണോണ്ട് ഈമാവ് കാണിച്ചുകൊണ്ട് എങ്ങനെയാണോ സാധിക്കുക അത് റസൂൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ കിബിലയിലേക്കല്ല എങ്കിൽ എങ്ങോട്ടാണോ തിരിച്ചെടുത്തി അപ്പോൾ നമുക്ക് എന്താ ആ നിലക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കാമല്ലോ. ഒന്നും തയമ്മും ചെയ്യാൻ സാധിക്കെങ്കിൽ ചെയ്യാം. അല്ല ഈ രോഗിയായി കിടക്കുന്ന ആൾക്ക് ബോധം ഉണ്ടെങ്കിൽ കൈ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അടിച്ചാൽ മതിയല്ലോ. ബെഡിൽ തന്നെ കൈ അടിച്ചിട്ട് മുഖം തടവാൻ പറ്റുമെങ്കിൽ പറ്റുന്നിടത്തോളം. പൊതുവേ ICUവിൽ ഇതൊക്കെ കവർ ചെയ്യും. അപ്പോൾ ആ നിലക്ക് ചെയ്യാൻ പറ്റുന്നൊരു അതൊക്കെ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞിട്ട് ഹദീസ് ഉണ്ടല്ലോ, പിന്നെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് സാധിക്കും പ്രകാരം ചെയ്യുക. അപ്പം നമ്മളെ കഴിവ് പെടാത്ത കാര്യത്തിൽ അള്ളാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്നല്ലേ, നമ്മളെ കഴിവിൽപ്പെട്ട അള്ളാഹു നിർബന്ധിക്കില്ല. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. 3 സമയം. അത് ഒന്ന് സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉദയം പൂർണ്ണമാകുന്നത് വരെ, ഒരു കദറ റുംഹിന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുന്തത്തിൻ്റെ ഉത്തരവരം സൂര്യൻ എത്തുന്നത് വരെ. 2 സൂര്യൻ നേരെ മധ്യത്തിൽ എത്തുന്ന സമയം ലുഹറിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് മുമ്പ്. പിന്നെ അസർ നിസ്കാര ശേഷം സൂര്യൻ്റെ അസ്തമയം പൂർണ്ണമാകുന്നത് വരെ നിസ്കാരം പിന്നെ പാടില്ല. ഈ സമയത്ത് സഹാബത്തിനിടയിൽ അവർ അഭിപ്രായ വ്യത്യാസം കാണുന്നുണ്ട്. ഇപ്പോൾ ചില സഹാബികൾ പിന്നെ ത്വവാഫിൻ്റെ സുന്നത്തുണ്ടല്ലോ, ആ ത്വവാഫിൻ്റെ സുന്നത്ത് വരെ ഈ സമയം കഴിയാൻ കാത്തുക്കുന്ന. എന്നാൽ വേറെ ചില സഹാബികൾ അഭിപ്രായം പറഞ്ഞത് എന്താണ്, മുൻകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാരണങ്ങളുള്ള നിസ്കാരം, ഇപ്പം സുന്നത്ത് മുഅക്കദായിട്ട് റസൂൽ പഠിപ്പിച്ച സുന്നത്ത്, ആ സുന്നത്ത് നിർവഹിക്കാം, അതല്ലാത്ത സുന്നത്തുകൾ ആണ് നിർവഹിക്കാൻ പാടില്ലാത്തത് എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചില സഹാബികൾ ആണ് കാണുന്നത്, അവർ ഇപ്പോൾ ആയിഷ ബീവിയും അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ പിന്നെ ഈ ത്വവാഫിൻ്റെ സുന്നത്ത് പോലും ഈ സമയം കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഖിലാഫ് ഉണ്ട്. നമുക്ക് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് ആ സമയം നിസ്കാരം
സുബൈ ഞാൻ പ്രത്യേകം പറയാൻ വിട്ടുപോയതാ. സുബൈൻ്റെ കാര്യത്തിൽ ഒരളവില്ല. എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ. ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ നിസ്കരിക്കുക. അപ്പം പിന്നെ വെള്ളവും പിന്നെ മണ്ണും ഒന്നും കിട്ടൂലെങ്കിൽ സീറ്റിൽ ആ ഫ്ലൈറ്റിൻ്റെ സീറ്റിൽ അടിച്ചിട്ട് പിന്നെ മുഖവും കൈയും തടവിയിട്ട് നിസ്കരിക്കുക. അപ്പം സുബൈക്ക് ഒരളവില്ലാത്തൊരു സമയമാണ്. അത് അങ്ങോട്ടും ആണി അടിച്ച പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റൂല സുബൈൻ്റെ സമയം. ശരി, അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം പറഞ്ഞതും കേട്ടതൊക്കെ വേറൊന്നുമില്ലല്ലോ അല്ലേ, സാലിഹായി അമലായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളെ ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നാഥ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളെ ഏവരെയും നിന്നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണ റഹ്മാനെ. രണ്ട് ലോകത്തും നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.